നിർത്തി കിട്ടിയോ മേഡം. ഈ കുരിശ് ഒറിജിനലല്ല. ഒറിജിനലിനെ വെല്ലുന്ന വ്യാജൻ. ശശികുമാർ ഇതുവരെ വെച്ചിട്ട് പൊയ്ക്കുള്ളൂ. യെസ് മാഡം. ഒറിജിനലിനെ വെല്ലുന്ന ഒരു വ്യാജൻ അല്ലേ? അപ്പൊ ഒറിജിനൽ പൊൻകുരിശ് ഈ കള്ളമ്പയിലെന്ന് മുക്കിയതാവും അല്ലേ മാഡം? ഒരിക്കലും ആവില്ല. അങ്ങനെയാണെങ്കിൽ ഇത് സ്വർണ്ണമാണെന്ന് വിശ്വസിച്ച് അയാൾ ജ്വല്ലറിയിൽ കൊണ്ടുപോകുമോ? ഇക്കണ്ട നാടകമൊക്കെ കളിക്കുവോ? കള്ളന് അറിയില്ലായിരുന്നു ഇവൻ ഡമ്മിയാണെന്ന്. അവന് പള്ളിയിൽ നിന്ന് വിറ്റ കുരിശ് ഇത് തന്നെ ആവണം. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ പെൺകുരിശ് എവിടെ മാഡം? ഒരുപക്ഷെ കള്ളൻ പൗലിയേക്കാൾ മിടുക്കനായ ഒരാൾ വളരെ മുമ്പ് തന്നെ അത് കവർന്നിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഒറിജിനൽ കുരിശ് എവിടെയെന്ന് അറിയുന്ന ഒരാൾ പൈലിക്കും ശേഷം അവിടെ എത്തുകയും അച്ഛനെ കൊന്ന് അത് അപഹരിക്കുകയും ചെയ്തിട്ടുണ്ടാവും. അവനാവും യഥാർത്ഥ പൊൻകുരിശിന്റെ ഇപ്പോഴത്തെ ഉടമയും അച്ഛന്റെ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതിയും. അപ്പൊ പിന്നെ ഈ കുരിശ് കള്ളന്മാരെ പറ്റിക്കാൻ അച്ഛൻ തന്നെ കണ്ടെത്തിയ വഴിയായിരിക്കണം. യഥാർത്ഥ പൊൻകുരിശ് മാറ്റിയ ശേഷം അൾത്താരിക്ക് പിന്നിലെ ലോക്കറിൽ ഈ വ്യാജനെ സ്ഥാപിച്ചതാവാം. വിശേഷ ദിവസങ്ങളിലും വിശുദ്ധ കൂടാശകളിലും മാത്രം പുറത്തെടുക്കുകയും വെഞ്ചരിക്കുകയും വിശ്വാസികൾ മുത്തമിടുകയും ചെയ്യുന്ന ദിവ്യമായ പൊൻകുരിശ് അതിശ്രദ്ധയോടെ സൂക്ഷിച്ചതാവണം. അങ്ങനെയൊന്ന് പള്ളിയിൽ ഇപ്പോൾ ഇല്ലാത്ത സ്ഥിതിക്ക് അത് അപഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ആ പൊൻകുരിശിന് പിന്നിലുള്ള ദുരൂഹതകളും അച്ഛന്റെ കൊലയാളിയെയും നമുക്ക് അന്വേഷിക്കേണ്ടി വരും.